മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാക്കിയ വിവാഹം പപ്പടം കാച്ചു കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ രാവിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. കുണ്ടുകാലയിൽ അച്ഛൻ വന്നില്ലേ? കുണ്ടുകാലയിൽ അച്ഛൻ, കുണ്ടുകാലയിൽ അച്ഛനല്ലേ രാവിലെ വന്നേ? എന്നാൽ അമ്മ ഒന്ന് വർത്താനം പറഞ്ഞില്ലേ പനിയായതുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ഒത്തിരി വർത്താനം പറഞ്ഞായിരുന്നു. ബാ പല്ല് തേക്കാം, ഏറ്റ് വാ, കേക്ക് എണീക്ക്, പല്ല് തേക്ക്, ബാ. ഏതാ ചായ ഉണ്ടാക്കണോ? ചായ ഉണ്ടാക്കണം, നമ്മൾ പല്ല് തേക്കാൻ പോവാം. ബാ ഏറ്റ് വാ, പല്ല് തേക്കാം, ബാ. പല്ല് തേക്കാൻ ചായ കുടിക്കണ്ടേ? കാപ്പി കുടിക്കണ്ടേ? ഭക്ഷണം കഴിക്കണേ രാവിലെ? ബാ ഏക്ക്, എണീക്ക് ബാ, പല്ല് തേക്കണം, ബാ. പല്ല് തേക്കണം, ഏക്ക്, എണീക്ക്. അമ്മയല്ലേ കിടക്കുന്നേ? ബാ ഏക്ക്, അമ്മ ഏറ്റ് വാ, എണീറ്റ് കിടക്കുവോ? പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണ്ടേ? ഇല്ല, പല്ലൊന്നും തേച്ചില്ല. ഇല്ല, പല്ല് തേച്ചില്ല. വീട്ടിൽ നിന്ന് പോകുന്നു കഴിഞ്ഞ് പല്ല് തേച്ചില്ലേ? വീട്ടിലായപ്പം നമ്മൾ ഏറ്റ് പല്ല് തേക്കണം. ബാ ഏക്ക്, എണീക്ക്, ഏക്കാന്നേ, ചിരിച്ചുകൊണ്ട് കിടക്കാതെ മേക്ക്, ഞാൻ പിടിക്കാം, ബാ. എവിടെയാ അമ്മ അല്ലേ കിടക്കണേ? ബാ ഏറ്റ് ബാ, ഏറ്റ് പല്ല് തേക്ക്, പല്ല് തേക്കണം, ബാ. ഇപ്പം കിടന്നാൽ പറ്റിയല്ലോ, നമുക്ക് കഴിക്കണ്ടേ? വല്ലതും കഴിക്കണം, പല്ല് തേക്കണം, ബാ. വല്ലതും കഴിക്കാൻ പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണ്ടേ? പല്ല് ബാ ഏറ്റ് വാ, നേരമൊക്കെ വെളുത്ത്. ബാ ഏക്ക്, എണീക്ക്, എണീറ്റേക്ക്, നേരം വെളുത്ത് കണ്ടില്ലേ? മണി 9 മണിയായി. അയ്യോ പോയാൽ പറ്റത്തില്ല. എണീക്ക് ബാ, എണീക്ക് ബാ, ഞാൻ പിടിച്ചേൽപ്പിക്കാം, ബാ. വീട്ടിൽ പോണ്ടേ? എലിക്കുട്ടിയുടെ വീട്ടിൽ. അത് ഓമല്ലൂര്. അതിപ്പോ നടന്നങ്ങ പോയപ്പോ ഇച്ചിരി നടക്കാനല്ലേ ഉള്ളൂ. ഇച്ചിരി നടക്കാനല്ലേ ഉള്ളൂ. എന്നാ ബാ. അയ്യോ പല്ല് തേക്കണം. പല്ല് തേച്ച് നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വേണം പോവാൻ. കഞ്ഞി കുടിച്ചിട്ട് പോണം, പല്ല് തേക്ക്. പിന്നെ എങ്ങനെയാ പോണേ? വീട്ടിൽ പോവാൻ. ചുമ്മാ പോയി നടക്കാൻ ആരോഗ്യം വേണ്ടേ? നടക്കാൻ ആരോഗ്യം വേണ്ടേ? രാജനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. അങ്ങ് ചെല്ലണമെന്നാ പറഞ്ഞേ. പല്ല് തേച്ച് വല്ല കഴിച്ചിട്ട് എല്ലാം ഏറ്റ് വാ. ഇല്ല കിടക്കരുത്, പല്ല് തേക്കുന്ന കൈ കാണീര്. ഈ തേക്കണം. ഇല്ലെന്നേ, തേച്ചില്ലെന്നേ, ഏറ്റ് വാ. മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് മറ്റേ ഇതായിപ്പോയോ? മരുന്ന് കഴിച്ചു, എണീറ്റ് വാ. പിള്ളേരാരും ഇല്ല, അവരെല്ലാം വീട്ടിലാ. വാ ഏക്ക്, നമുക്ക് പോണം. ഏറ്റ് വാ, ഏക്ക് പോണ്ടേ? അല്ല ഞങ്ങൾ പോവും. ആരെ? വീട്ടത്ത് കിടത്താനോ? എലിക്കുട്ടിയുടെ കൂടെയാ? എലിക്കുട്ടിയുടെ കൂടെ കിടത്താനാ? എലിക്കുട്ടിയുടെ കൂടെ ആള് കിടപ്പുണ്ടല്ലോ, എന്നും കിടപ്പുണ്ടല്ലോ. പിന്നെ എന്താ? പിള്ളേരാ ഇപ്പം. എലിക്കുട്ടിയമ്മ ഇപ്പൊ കുഞ്ഞായിരിക്കുക. ഏക്ക്, എണീക്ക് വാ. ചാച്ചനും അമ്മയൊന്നും പോന്നിട്ടില്ല. ചാച്ചനും അമ്മ ഒന്നും പോന്നിട്ടില്ല. അവരൊക്കെ പള്ളിയിലാ. എണീക്ക്. പിന്നെ കുർബാനയുണ്ട്. അച്ഛനൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് പള്ളിയിലോട്ട്. ഏറ്റ് വാ. പിന്നെ അച്ഛന്മാരുണ്ട്. ഇപ്പം അച്ഛൻ വന്നിട്ട് പോയതല്ലേ? ഇപ്പം അച്ഛൻ അങ്ങ് വന്നിട്ട് പോയണ്ടില്ലേ? കുണ്ടുകാലയിൽ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയണ്ടില്ലേ? നമ്മ ഉഷാറിലാഞ്ഞോട്ട് വർത്തമാനവും പറഞ്ഞില്ല. പള്ളി നമ്മളങ്ങ് പോകണം, ശ്രീവാപുരത്തോട്ട്. ശ്രീവാപുരം. പല്ല് തേക്ക്. ക്ഷീണം ഒന്ന് കൂടുതൽ പോലെ തോന്നുന്നു. രാവിലെ പൊതുവെ ക്ഷീണമുള്ള, പക്ഷേ നാളെ ആൾ ഉഷാറാണ്. നാളത്തെക്കാളും
കഴിഞ്ഞ ദിവസത്തെക്കാളേക്കാൾ ഉഷാറാണ്. പക്ഷെ ഏക്കാൻ മടിയാണ്, മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണമായിരിക്കും. നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ. പല്ല് തേക്ക് പെട്ടെന്ന്. രാവിലെ ഒന്നും തേച്ചില്ല. ഇപ്പം ഞാനിപ്പോൾ ഒന്നുമില്ല, രാവിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലേ ഉള്ളൂ. ക്ഷീണം കാരണം കിടക്കുമായിരുന്നു. ആ കൊച്ചി വീട്ടിലാ. ആ കൊച്ചാണ് എലിക്കുട്ടിയമ്മയുടെ കൂടെ കിടക്കണ കൊച്ച്. എലിക്കുട്ടിയമ്മയുടെ കൂടെ കിടക്കണേ. ഈ കെട്ടിലെ കിടക്കുന്നില്ലേ, ഈ കെട്ടിലെ കിടക്കണ കൊച്ചാ. ഏറ്റു നേരത്തെ ഏറ്റു പോയതാ, വെളുപ്പിനെ ഏറ്റു പോയതാ. അവളുടെ വീട് ഇതല്ലേ. എലിക്കുട്ടിയമ്മയുടെ കൂടെ കിടക്കുമല്ലേ. എലിക്കുട്ടിയമ്മയായിട്ട് ഇങ്ങനെ ജീവിക്കുവാണ്. അമ്മയും ചാച്ചനും വീട്ടിലുണ്ട്. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ പനി വന്നവർക്കൊക്കെ രാവിലെ ഉണർന്നു വരാൻ വലിയ പാടാണ്. കഴുകണം ഇവിടെ ബാ. നിങ്ങൾ കഴുകുന്ന ബാത്റൂമിലല്ലേ. ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക രാവിലെ കൊടുത്തിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കണം, ഭക്ഷണം കഴിക്കണ്ടേ. ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട പോവാൻ. ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം എന്നാലും കഴിക്കണ്ടേ. രാവിലെ കാപ്പി കുടിക്കണ്ടേ. കാപ്പി കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കഴിക്കാൻ പോവില്ലേ, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാപ്പി കുടിച്ചിട്ട് പോവാം കേട്ടോ. ഇച്ചിരി നേരം ഇരിക്കും. ഇത്ര നേരം കിടക്കുമല്ലായിരുന്നു നമ്മൾ. ഇച്ചിരി നടന്നോ, ഇച്ചിരി നേരം നടക്ക്. ഇച്ചിരി നടക്ക്, കാലും കൈയൊക്കെ ഒന്ന് ഓടട്ടെ. എവിടെയാ അത് കിടക്കുന്ന സ്ഥലമല്ല, ക്ഷീണമുണ്ട്. വെള്ളം കൂടെ വേണേ കുടിച്ചോ. ഒച്ചയാട്ടെ എവിടെയാ പോയി നോക്കിക്കേ. ഒച്ച കേൾക്കുന്നത് എവിടെയാന്ന് നോക്കിക്കേ. പിന്നെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അമ്മ അടുക്കളയിലാ. അമ്മ അടുക്കളയിലുണ്ട്. ആ അടുക്കള കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അടുക്കള പണിയല്ലേ. അടുക്കള രാവിലെ പണിയല്ലേ, ഓരോന്ന് ഉണ്ടാക്കണ്ടേ. ആ ഓരോന്ന് ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ രാവിലെ നമുക്ക്. പിള്ളേരൊക്കെ സ്കൂളിൽ വിടണ്ടേ. പെൺപിള്ളേരാ. വിവീന ഇവിടെ ഉണ്ട്. അവളെ ഏറ്റില്ല വിവീന. അവളിവിടെ ഉണ്ട്. അവളെ എണീറ്റിട്ടില്ല. അതുകൊണ്ട് വെച്ചോ. എവിടെയാ വെക്കണേ. അന്നേര് പിള്ളേര് പറഞ്ഞാലോ അവിടെ ഇത് അനങ്ങുന്നതിൻ്റെ സൗണ്ടാ അടുക്കളയിലേ. പിള്ളേരെ പെങ്കൊച്ചല്ലേ ഉള്ളൂ, ചെറുക്കൻ പോയില്ലേ. അപ്പം കഴിച്ചോ രാവിലെ. മധുരല്ലേ നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് അപ്പത്തിനകത്ത് പഞ്ചസാര ഇട്ടിരിക്കുന്നത്. ആ അമ്മയ്ക്ക് തിന്നാനാ. അവിടെ ഇരുന്ന് കഴിക്കേ. ഇപ്പം രാവിലെ മൂത്രം എടുക്കണമെന്ന് വെച്ചിട്ട് നടന്നില്ലല്ലോ. രാവിലെ അമ്മ കടന്നുമുള്ളി പോയോണ്ട് മൂത്രം എടുക്കാൻ നടന്നില്ല. ആ അമ്മച്ചിയല്ലേ നിൽക്കുന്നേ. ആ ഉണ്ടുണ്ട്. ഇരുന്നു അവിടെ ഇരിക്കേ, ഇരുന്ന് കഴിക്കേ. ഒരപ്പം കൂടെ തിന്നണോ? ഒരപ്പവും കൂടെ വേണോ? ഒരപ്പവും കൂടെ വേണോ? ആ രണ്ടെണ്ണം മതി. അപ്പം അമ്മ രാവിലെ 2 അപ്പം കഴിച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടാ കൊടുത്തോ കേട്ടോ. അമ്മയ്ക്ക് മധുരമാണല്ലോ ഇഷ്ടം. ഇനി മരുന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അമ്മ പിക്കപ്പായി വരുന്നുണ്ട്. എവിടെ ചായ കുടിച്ചാ? ചായയൊക്കെ കുടിച്ചോ? ആ ആ ഉച്ചക്കെന്നാ കഴിച്ചേ? ഉച്ചക്കെന്നാ കഴിച്ചേ? ഉച്ചക്ക് എന്നതാ കഴിച്ചതെന്ന്? ആ കഞ്ഞിയാണോ കുടിച്ചേ? ഉച്ച കഴിച്ചില്ലേ? കഞ്ഞിയാണോ കുടിച്ചേ? ആ എന്നുവെച്ചാൽ ഏറ്റി നടന്നാലോ. ഏറ്റിയിൽ വെച്ചിട്ട് നടന്നാലോ. നടന്നോ ഇല്ലേ? ഇന്ന് നടന്നായിരുന്നോ? ഏറ്റ് നടന്നായിരുന്നോ?
ഏ എണീറ്റിയില്ല നടന്നായിരുന്നോ ഒന്ന്? ഇല്ല. അതിന് നടക്കാൻ മേലായിരുന്നോ? ഓ എന്നാത്തിന്? എപ്പോഴും ഇങ്ങനെ കിടന്നാൽ പിന്നെ കൈയും കാലം നടക്കാൻ മേലാതെ ഇരിക്കല്ലേ? വേദന എവിടെ ഇവിടെയില്ല, വേദനയാണെന്നുണ്ടാകിയല്ലേ? ഏ ചേച്ചി നടക്ക് കേട്ടോ. ആ വീട്ടിലോട്ട് പോവായിരിക്കും. ആ വീട്ടിലോട്ട് പോകുമ്പോഴല്ലേ. ആ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. വീട്ടിലല്ലേ ഇന്ന് ഈശോയുടെ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് ആഘോഷം. കുർബാനയല്ലേ ഇപ്പം പെരുന്നാളെല്ലാം നടന്നുകൊണ്ടിരിക്കുമല്ലേ? പള്ളി പെരുന്നാളാ. എന്നാ പോട്ടെ, ചായ കുടിക്കട്ടെ കേട്ടോ. എന്നാ കഴിച്ചേ? പ്രാർത്ഥന കഴിഞ്ഞോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോന്ന്? എന്നാ കഴിച്ചേ? അത്താഴം കഴിച്ചോ? അത്താഴം കഴിച്ചോ? വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം കുടിച്ചു. മരുന്ന് കഴിച്ചോ? മരുന്ന് ഇച്ചിരി കഴിച്ചു. ഗുളിക കഴിച്ചോ? ആ എന്നാൽ പോയി ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയി കിടന്നോ. ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നുണ്ടോ ഒന്ന്? എലിക്കുട്ടിയമ്മ ഇല്ല. ആ മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാക്കിയ ഇവിടെയാ സ്വിച്ച്? ഇവിടെയല്ലേ സ്വിച്ച്? ലൈറ്റ് ഓഫ് ആക്കണം. എവിടെയാ? ആ ലൈറ്റ് ഇവിടെയാ, എവിടെ കിടത്താം. ഇതല്ലേ സ്വിച്ച്? ഇന്നെങ്ങനെയുണ്ട്? ഇന്നെങ്ങനെയുണ്ടെന്ന്? മേലാഴികയൊക്കെ എങ്ങനെയുണ്ടെന്ന്? ഉണ്ടോ? ഒരു മാറ്റമില്ല. ഇല്ലേ? എന്നിട്ട് ഞങ്ങൾക്ക് മാറ്റം ഉള്ളതായിട്ടാ തോന്നണേ. എലിക്കുട്ടിയമ്മയുടെ മക്കൾക്കൊക്കെ മാറ്റം ഉള്ളതായിട്ടാ തോന്നണേ. മക്കൾക്കൊക്കെ മാറ്റം ഉള്ളതായിട്ടാ തോന്നണേ. അത് എലിക്കുട്ടിയമ്മയുടെ ബെഡ്ഷീറ്റില്ലേ? ആ ബെഡ്ഷീറ്റാണ്. ഇപ്പം എലിക്കുട്ടിയമ്മ അങ്ങോട്ട് ഇപ്പം ഉഷാറായി വരുന്നു. മുഖത്തിൻ്റെ ഒക്കെ ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ട്. ആ അത് ബെഡ്ഷീറ്റല്ലേ? ആ പുതയ്ക്കാനുള്ള ബെഡ്ഷീറ്റാ. അപ്പം അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുതയ്ക്കാൻ കിട്ടിയല്ലേ? പുതപ്പെല്ലാം അന്നേരം ശരിയാക്കി കളഞ്ഞില്ലേ? അതാ പറ്റിയേ. അതൊക്കെ ശരിയാണല്ലോ. പിന്നെ എന്നാ, അതൊക്കെ ക്ലിയറായിട്ടാണല്ലോ ഇരിക്കുന്നത്. അമ്മ ആക്റ്റീവായപ്പോഴത്തേനാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്, അറിയാലോ. ആക്റ്റീവ് അല്ലെങ്കിൽ അമ്മ ഇതൊന്നും ചെയ്യില്ല. അന്നേരം പപ്പറ വിട്ടുപോയി. അവിടെ വിട്ടുപോയി. ഇത്രയും വലിച്ചു മുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ തുറന്ന് കിടക്കും. ആ അവിടെ തുറന്നു പോയി. അതാ പറഞ്ഞു, അത്രയും വലിച്ചടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത്രയും വലിക്കാൻ പോയിട്ടല്ലേ തുറന്നു പോയേ? അത് പുതയ്ക്കാനുള്ളതല്ലേ? കിടക്കുമ്പം പുതയ്ക്കാനുള്ളതാ. കിടന്നിട്ട് പുതയ്ക്കാനുള്ളതല്ലേ? അല്ലല്ലേ, വിരിപ്പുണ്ടല്ലോ. ഇത് പുതയ്ക്കണ്ടേ തണുപ്പത്ത്? വിരിച്ചിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇതല്ലേ വിരിച്ചിരിക്കുന്നേ? അത് പുതയ്ക്കാനുള്ളതാന്നേ. പുതയ്ക്കാൻ. ചൂടില്ലേ? ചൂടല്ല, തണുപ്പത്തല്ലേ പുതയ്ക്കണേ? ചൂടത്തല്ലല്ലോ പുതയ്ക്കുന്നത്, തണുപ്പത്തല്ലേ? കിടക്കാൻ സമയമായില്ല. കുറച്ച് പണികളൊക്കെ ഉണ്ട്. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം കിടക്കാൻ. അല്ലാതെ കിടക്കാൻ പറ്റിയില്ല. കുറച്ച് പണികൾ തീരാനുണ്ട്, എന്നിട്ട് വേണം കിടക്കാൻ. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വേണം കിടക്കാൻ. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തിട്ടേ കിടക്കാൻ പറ്റുള്ളൂന്നേ. ആ വൈകിട്ടും പകലും ഒക്കെ പണിയല്ലേ. കുറച്ച് പരിപാടികളുണ്ട്. എലിക്കുട്ടിയമ്മയുടെ മക്കളെയൊക്കെ എലിക്കുട്ടിയമ്മേനെ കാണിക്കണ്ടേ? അതിന് പണിയൊക്കെ വൈകിട്ടിരുന്ന് ചെയ്യണം. അല്ല, അവർ വഴക്കുണ്ടാക്കും. എലിക്കുട്ടിയമ്മയെ കാണുന്നില്ലെന്നും പറഞ്ഞ്, എലിക്കുട്ടിയമ്മയുടെ വിശേഷം അറിയുന്നില്ലെന്നും പറഞ്ഞ്. എല്ലാവർക്കും ഇഷ്ടമില്ലെങ്കിലും
കുറച്ച് പേർക്ക് എലിക്കുട്ടിയമ്മയുടെ തമാശകളും കാര്യങ്ങളൊക്കെ കേട്ടാൽ മതി. അവർക്ക് എലിക്കുട്ടിയമ്മയുടെ വിശേഷങ്ങൾ വലിയ താല്പര്യമില്ല. കേൾക്കാൻ പോവാ. എന്നാൽ കടന്നോ. ഇതെവിടെ കണ്ടോ? അതെ, എലിക്കുട്ടിയമ്മയുടെ ആന്നേ. ഇവിടെ വെച്ചിരുന്നതാണോ? പുതയ്ക്കാനുള്ള പുതപ്പിന് പകരം പുതയ്ക്കാൻ പുതപ്പ് കഴുകിയിട്ടേക്കുമല്ലേ. കുറയ്ക്കാനോ? മറ്റേ പുതപ്പ് കഴുകിയിട്ടിരിക്കുമല്ലേ. ഇപ്പം നേരം രാവിലെ പോകും. ചൂടില്ലല്ലേ, തണുപ്പില്ലല്ലേ. കുളിരില്ലല്ലോ. കുടി ഉണ്ടാക്കി പോച്ചാൽ മതി. എല്ലാ സൈഡിൽ വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ ആ സൈഡിൽ വെച്ചാൽ മതിയല്ലോ. എന്നാ കട്ടിയുള്ള വേണം. അല്ല കിടക്കൂ. കട്ടിയുള്ള ഉണ്ടല്ലേ ഉള്ളൂ. അല്ല പെട്ടെന്ന് കയറിപ്പോയേ. കഞ്ഞി അത് എലിക്കുട്ടിയമ്മയുടെ ആന്നേ. എലിക്കുട്ടിയമ്മയ്ക്ക് വന്നിരിക്കുന്ന. ആ പുതപ്പില്ലായിരുന്നല്ലേ. ഇത് തൽക്കാലത്തേന് വന്നിരിക്കുന്ന. വേറെ ആരും പോച്ചോണ്ടിരുന്നല്ലേ, പെട്ടിക്കകത്തിരുന്ന. തൽക്കാലം തന്നിരിക്കുന്ന. പുതപ്പ് ഉണങ്ങിയെടുക്കണ്ടേ. കട്ടിയുള്ള പുതപ്പല്ലേ, അത് നനച്ചിട്ടാ ഉണങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് തൽക്കാലം തന്നിരിക്കുന്ന. പിള്ളേർ പോയിക്കൊണ്ടിരുന്നായിരിക്കും. പിള്ളേർ പോയിക്കൊണ്ടിരുന്നതായിരിക്കും. കഴിക്കാൻ വന്നില്ലേ? വിവാൻ എന്നാ കഴിക്കാൻ വരാതെ? വിവാൻ പപ്പടം കാച്ചോ കേട്ടോ. പപ്പടം കാച്ചിട്ട് ഓർഡർ ഇരിക്കാനേ. ഇവിടെ എൻ്റെ വെച്ചാൽ വർത്താനമൊക്കെ പറ. ഇല്ലേ? പിന്നെ കിടന്നിട്ടേര് പോന്നേ. പിന്നെ കിടന്നിട്ടേര് പോന്നേ. ശരി, ഇരുന്ന് വർത്താനമൊക്കെ പറ. ചില നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയാനേ. നേരം പോക്ക് വേണ്ടേ? ആണോ? എന്നാ പോയി കിടക്ക്. ഇതെന്നെ കാണിക്കോ? ഇതെന്നെ കാണിക്കോ? ഇതെന്നെ കാണിക്കുവോ? അതിനെ കൂട്ടിക്കെട്ടുവാണോ? ഇതെന്നാ കാണിക്കുവാന്ന്? ഏത് അതിനങ്ങനെ കെട്ടുന്നേ? അതിനകത്ത് അങ്ങനെ കെട്ടുന്നത്? അതിനകത്ത് അങ്ങനെ കെട്ടുന്നത് എന്നാത്തിനാ അങ്ങനെ കെട്ടുന്നതെന്ന്? തൊട്ടി ഉണ്ടാക്കണോ? അമ്മ മൂല കെട്ടി വെച്ചേക്കണെന്ന് ചോദിച്ചേ. മൂല കെട്ടി വെച്ചിരിക്കുന്നുണ്ട് ചോദിച്ചാ. എന്നൊക്കെ പരിപാടിയാണ്? ആരാ പുറകെ നടക്കണേ? ആരും പുറകെ നടക്കണില്ല. ബന്ധമില്ല പുറകെ നടക്കണല്ലേ. ബന്ധമുള്ളവർ നടന്നാൽ മതി അല്ലേ? ഉണ്ടോ അവിടെ കെട്ടി വെച്ചേക്കണോ? അതാരാ കെട്ടി വെച്ചേ? അതാരാ അങ്ങനെ കെട്ടിയേ? ഇപ്പം എലിക്കുട്ടി കെട്ടിയതല്ലേ അത്? ഇപ്പം എലിക്കുട്ടി കെട്ടിയതാ, വേറെ ആരും കെട്ടിയതൊന്നുമല്ല. എലിക്കുട്ടി തന്നെ കെട്ടി വെച്ചിട്ട് ചോദിക്കുന്നത് ആരാ കെട്ടി വെച്ചത്? ഇപ്പം കിട്ടിയതേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, എലിക്കുട്ടിയമ്മ രാവിലെ എണീറ്റ് ഇപ്പോൾ ഉണ്ട്. ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് അത്താഴം കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇന്നലെ വൈകിട്ട് അധികം കഞ്ഞി കുടിച്ചില്ല, എന്നിട്ട് പഴമൊക്കെ തിന്നത്. അതിനൊരു ക്ഷീണമുണ്ട്. ഇപ്പോൾ രാവിലെ പല്ല് തേപ്പിക്കാം നമുക്ക്. നേരത്തെ ആൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണം, കഴിക്കണ്ടേ? ജോമോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ജോമോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ കഴിക്കാനുള്ളതേ. രാവിലെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാ പല്ല് തേച്ചോ. ഗ്യാസുണ്ട്. ഭയങ്കര ഗ്യാസാ അപ്പയ്ക്ക്. ഭയങ്കര ഗ്യാസാ, ഭയങ്കര പൊറിപിടിയിലാ.
ഗ്യാസ് കണ്ടവാനുണ്ട്. എന്നാ ഗ്യാസിന് ഗുളിക കഴിച്ചിട്ടും കൂടെ പോകുന്നുണ്ട്. എന്നാ പല്ല് തേക്ക്, പല്ല് തേക്കൂ. നമുക്ക് കഴിക്കണം, കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ആ പല്ല് തേച്ചോ, പെട്ടെന്ന് തേച്ചോ, പെട്ടെന്ന് പല്ല് തേച്ചോ കേട്ടോ. ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ടോ? നിങ്ങളെ നോക്കിയിട്ട് പറ. എങ്ങോട്ട് പോകാനോ? എങ്ങോട്ടൊക്കെ പോയേക്കാം. ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ? വീട്ടിലോ? ആ ചുമ്മാ വീട്ടിൽ ഇരുന്നിട്ട് അതല്ലേ പറഞ്ഞു, നമുക്ക് എലിയിലൊക്കെ വെച്ച് നടക്കാനായിട്ടൊക്കെ. നടക്കാൻ പോരുന്നുണ്ടോ? ആ മേലല്ലേ. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ കൊണ്ടുപോകും. വീട്ടിലുള്ളവർ കൊണ്ടുപോവോ? ആ വീട്ടിലുള്ളവരായിട്ട് കൊടുത്ത് പറഞ്ഞു വിടാനായിട്ടാ. അപ്പോൾ കഴിച്ചോ, പല്ല് തേച്ചിട്ട് പോവാം. പല്ല് തേച്ചോ തേക്ക്. കാലൊന്നും കുഴപ്പമില്ല, ഇരിപ്പോൾ കറക്റ്റാ. പല്ല് തേച്ചിട്ട് എന്നാ കാര്യം? പല്ല് തേച്ചിട്ട് കഴിക്കണ്ടേ? കഴിക്കാനുണ്ടല്ലോ, കഴിക്കാനുണ്ടെങ്കിലാവും. പിന്നെ കഴിക്കാനവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഒച്ച കേൾക്കുന്നില്ലേ? ആ പല്ല് തേക്ക്, പെട്ടെന്ന് തേക്ക്. രാവിലെ തൊഴുത്തിലോട്ട് നോക്കിക്കൊണ്ട് ജനലൊക്കെ തുറന്ന് ജനലൊക്കെ കൂടെ പോയി തൊഴുത്തിലോട്ട് നോക്കിക്കൊണ്ടായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഞാൻ പശുവിനെ അഴിച്ച് കെട്ടാൻ പോയപ്പോഴത്തേക്ക്, കിടാവിനെ അഴിച്ച് കെട്ടാൻ പോയപ്പോഴത്തേനും. അപ്പോൾ ഇപ്പോഴത്തെ പനി എല്ലാവർക്കും ആയി. ഇപ്പം അപ്പുറത്തെ ചേച്ചിക്കൊക്കെ പനിയായി. പല്ല് തേക്കുന്നില്ലേ? പല്ല് തേച്ചിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. പല്ല് തേച്ചിട്ട് കാപ്പി കുടിക്കാം. വിശക്കുന്നില്ലേ? അങ്ങനെ പല്ല് തേച്ചേ. വൈകിട്ട് നല്ല അധികം കിടന്ന് വർത്താനല്ലായിരുന്നോ? പകല് മുഴുവൻ ഉറക്കമല്ലേ, വൈകിട്ടും അതുപോലെ ഉറങ്ങാൻ പറ്റുമോ? വൈകിട്ട് കിടന്ന് മുഴുവൻ വർത്താനമായിരുന്നു ഇന്നലെ. പല്ല് തേച്ചോട്ടോ. കുട്ടിയമ്മ രാവിലെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ഗ്യാസിനുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇനി കാപ്പി പിടിച്ചാൽ മതി. ഇപ്പം ക്ഷീണം കുറച്ച് കുറവൊക്കെ ഉണ്ട്. രാവിലെ ഏറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലത്തെ കാലമൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ദിവസത്തെ അപ്ഡേഷനാണ് കാണിക്കുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ വിവരങ്ങൾ മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് വന്ന് കാണുന്നവർ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ അപ്ഡേഷൻസ് ഇടുന്നത്. പനി വന്ന ശേഷമുള്ള അമ്മയുടെ കാഴ്ചകളാണ്. അപ്പോൾ പനി 10-15 ദിവസത്തോളം മൊത്തം ആയെന്ന് എനിക്ക് തോന്നണം. അതിനിടയ്ക്ക് 2 ട്രിപ്പ് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, മരുന്നൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഈ പനി വന്നാൽ പൊതുവെ പോകാൻ പാടാണല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും ഒരുമിച്ചാണ് പനി വന്നത്. ഏതാണ്ട് എനിക്കും അമ്മയ്ക്കും ഒരുമിച്ചാണ് കുറഞ്ഞത്. എനിക്ക് കഫക്കെട്ടലും ചെറിയ ചുമയുണ്ടായിരുന്നു. അമ്മയ്ക്ക് പിന്നെ അതൊന്നും ഇല്ലായിരുന്നു, കഫവും ചുമയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അമ്മയ്ക്ക് ഈ കഫവും ചുമ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും നാൾ ദിവസം നീണ്ടു നിന്നില്ല. ഇത് കുറച്ച് ദിവസം കൂടെ നീണ്ടു നിന്നു. പക്ഷെ ഉള്ളിൽ പനിയായിരുന്നു, പുറമേ അങ്ങനെ പനി തോന്നുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റിയില്ല. ഇപ്പോൾ ഏലിക്കുട്ടിയമ്മയുടെ ഇഷ്ടഭക്ഷണമായ ഉപ്പുമാവും പഴവുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാ പഴം എന്നാ? ഏലിക്കുട്ടിയമ്മ ഏകദേശം കുറച്ച് കഴിച്ചു. പഴം ഇപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. കഴിച്ചോ? അതുകൂടെ കഴിക്കുക. എന്നിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. നമുക്ക് മരുന്ന് കഴിക്കാനുള്ള, ഗുളിക കഴിക്കാനുള്ള അത് കഴിക്കേ. അതുകൂടെ കഴിക്കും, മരുന്ന് കഴിക്കാനുള്ള കേട്ടാ. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പാകുമ്പോഴും. ആ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം തീരാറായി. കുറച്ചേ ഉള്ളൂ. പഴം എടുത്ത് കൊടുത്തു. ബീൻസ് ക്യാരറ്റും ഒക്കെ ഉപ്പുമാവിനകത്ത് അരിഞ്ഞിട്ടിരിക്കുന്നതാ. അത് പിറക്കണ്ട. ഇത് കറിവേപ്പിലയല്ല. ഇല്ല, അതൊന്നും കളഞ്ഞിട്ടില്ല. സാധാരണ ചെയ്തിട്ടേ അങ്ങ് തിന്നേ വേഗം. സാധാരണ എല്ലാം അവർക്ക് കളയണം, എന്നാലും കളഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് തിന്നേ. പാത്രം നിരക്കി ഇവിടം വരെ കൊണ്ടിയെന്നോ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കും. അമ്മ പിന്നെ ഇച്ചിരി ഞെക്കിപ്പിച്ചിയാന്നേ കഴിക്കുന്നത്. പഴം മൊത്തമായിട്ട് ഞെക്കിപ്പിച്ചില്ല, കുറേശ്ശേ ഞെക്കിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് കഴിച്ചാൽ നമുക്ക് മരുന്ന് കഴിക്കണം, ഗുളിക കഴിക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് പോകാനുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. നേരത്തെ എങ്ങനെയായിരുന്നു ആദ്യം മുതൽ കാണുന്നവർക്കറിയാലോ. ഞാൻ തന്നെയായിരുന്നപ്പം പ്രത്യേകിച്ച് അമ്മയോട് കഴിപ്പിക്കണമെങ്കിൽ വലിയ പാടായിരുന്നു. ഇപ്പോൾ ഈ പനിയുടെ പ്രശ്നമാണ്. ഇത് ബെൻസി റവ കൊണ്ടാണ് ഉണ്ടാക്കിയ ഉപ്പാവ് കേട്ടോ. ഞുറുക്കുഗോതമ്പ്, റവയല്ല, തീരെ ഞുറുക്കുഗോതമ്പുണ്ട്. അതുകൊണ്ടുണ്ടാക്കിയതാണ്. കഴിക്കാമേ, കഴിച്ചോ? ബാക്കിയോടെ കഴിക്കേ.
എന്നിട്ട് നമുക്ക് ഗുളിക കഴിക്കണ്ടേ, മരുന്ന് കഴിക്കാനുണ്ട്, പനിയുടെ ഒക്കെ മരുന്ന് കഴിക്കണം. അതിന് വേണ്ടി മരുന്ന് കഴിച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കയറ്റി നടക്കാൻ പറ്റാതെ വരും. ഗുളിയോട് വർത്താനമൊക്കെ പറയണ്ടേ, മക്കളോട് വർത്താനമൊക്കെ പറയണ്ടേ. എന്നിട്ട് അവൻ കഴിച്ച് തീർത്തേ, നമുക്ക് എന്നിട്ട് കൊച്ചുമക്കടെയൊക്കെ അടുത്ത് പോകാനുള്ള കേട്ടോ. പെട്ടെന്ന് വർത്താനം വാരി കൊടുത്തേ. നാളെ കഞ്ഞിമ്മൾ സ്പൂണിനകത്ത് കോരി കൊടുത്തോലേ, കോരി കൊടുത്തൊക്കെ ചിലപ്പോൾ അതിനൊരു മടുപ്പൊക്കെയാണ്. അമ്മയ്ക്ക് ഒരു കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണല്ലോ, പ്രായമാകുമ്പോഴൊരു കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണല്ലോ. ഇപ്പോൾ 2-3 ദിവസം നമ്മളതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ കിടന്ന സമയത്തൊക്കെ നമ്മൾ കോരി കൊടുത്തും വാരി കൊടുത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എണീറ്റ് അമ്മ തന്നെ തിന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ തന്നെ ചെയ്യട്ടെ എന്നുള്ള ഇതായിരുന്നു. ചെയ്യണമെന്നൊരു ഇങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമ്മൾ പനിയായിരുന്നപ്പോൾ 2 ദിവസം നമ്മൾ ഊരി കൊടുത്തായിരുന്നു. ഇച്ചിരി കൂടെ കഴിച്ചു ചിലപ്പോൾ കൂടെ കഴിച്ചു. മരുന്ന് ഗുളിക കഴിക്കാനുള്ള അല്ലേ, അതുകൊണ്ടാണ്. കഴിച്ചോളും, അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കഞ്ഞി കൊടുത്തല്ലേ, അങ്ങനെയല്ലേ. വേണ്ടെന്ന് പറയും, പക്ഷേ നമ്മൾ കഴിക്കും. ഭക്ഷണം ചെല്ലണ്ടേ, അല്ലേ, ഇത് നടക്കണ്ടേ. ആരോഗ്യം അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ കൊടുക്കണ്ട, നിർബന്ധിച്ച് കൊടുക്കണ്ട എന്നൊക്കെ ചിലർ പറയും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ആൾ വീണ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നിർബന്ധിച്ച് കൊടുക്കണം. അമ്മ വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ സെൻസിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നതല്ല, നമ്മുടെ ഓർമ്മയിൽ നിന്ന് പറയുന്ന വിശപ്പിൻ്റെ ഇത് വെച്ച് പറയുന്നില്ല. കാരണം നമുക്ക് കൃത്യമായ ഓർമ്മയില്ലല്ലോ. മതിയോ? ഒരു വായും കൂടെ ഉള്ളൂ, അതുകൂടെ കഴിച്ചു. തീർന്നു. നമ്മുടെ ഇരിക്കണോ നമ്മൾ വായിലോട്ട് വെക്കുന്നുണ്ട്, അപ്പം വേണം എന്നുള്ള അർത്ഥം അത്. ഭയങ്കര ഗ്യാസായിരുന്നു അമ്മയ്ക്ക്. ഭയങ്കര ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാസ്. ഇത്രയും ഗ്യാസ് ഉണ്ടായി കണ്ടിട്ടില്ല. 2-3 ദിവസം ഭയങ്കരമായിട്ട് ഗ്യാസ് പോക്കായിരുന്നു. ഗ്യാസിൻ്റെ ഗുളിക കൊടുത്തിട്ടും കൂടെ. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളൊന്നും ഇല്ല, അതെല്ലാം പിറക്കി എറിയുന്ന താഴോട്ട് ഇടുന്നതാണ്. ചിലർ പറയും നട്ട്സ് ഒക്കെ ഇതായിട്ട് കൊടുക്കാൻ പറയും. പക്ഷേ അത് തിന്നിയല്ല, നന്നായിട്ട് പൊടിച്ചരച്ച് കൊടുക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. തിരിഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനമെല്ലാം അമ്മ തിരിഞ്ഞു മാറ്റും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ബീൻസ് ഇതുവരെ താഴെ കളഞ്ഞ് കണ്ടില്ല, പക്ഷെ ഇപ്പോൾ വായിന്നെടുത്തു. അതെല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ വെക്കും. അതുകൂടെ ഉള്ളൂ, ഇച്ചിരിയല്ലേ ഉള്ളൂ. ഒരു വായും കൂടെ ഉള്ളൂ, അതുകൂടെ കഴിച്ചു. എന്നാൽ നിർത്തിയാൽ ഒരു വെള്ളം കൊടുക്കും, ഒരു മരുന്ന് കൊടുക്കേ. ശകലം വെള്ളം കഴിക്കാതെ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിച്ചു. നോർമലി അമ്മയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ളതാണ് കൊടുത്തത്. അത് ബാക്കി ശകലം കഴിക്കാതെ ഉള്ളൂ. അങ്ങനെ പൊക്കോളൂ. മറ്റേ രാവിലെ നടന്നതല്ലേ, രാവിലെ നടന്ന് അവിടെ തൊഴുത്തിൻ്റെ അങ്ങോട്ട് നോക്കി ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വൈകിട്ട് 5 ദിവസം വൈകിട്ട് 6 ദിവസമല്ല 5 ദിവസം കൊടുത്താൽ മതിയുള്ളൂ. അത് 6 ഗുളികയുണ്ട്. നമ്മുടെ മൂത്രമൊക്കെ എടുത്തോണ്ട് പോയിട്ടേ, മൂത്രമൊക്കെ പരിശോധിച്ചിട്ടേ, മൂത്രത്തിൽ പഴുപ്പുണ്ട്. മൂത്രം പരിശോധിച്ചിട്ട് മൂത്രത്തിൽ പഴുപ്പ്, വെള്ളം കുടിക്കണം നന്നായിട്ട്. മൂത്രത്തിലെ പഴുപ്പുണ്ടെന്ന് അമ്മയ്ക്ക്, അതിന്റെ ക്ഷീണവും പനിയും തളർച്ചയൊക്കെയാ. വെള്ളം കുടിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വെള്ളം തരുന്നതൊക്കെ കുടിച്ചോണം. വെള്ളം കുടിച്ചാൽ മതി, അതിന് മരുന്ന് കൊടുക്കരുത്. മരുന്നുണ്ട് 5 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നെ നോക്കണം. വെള്ളം നന്നായിട്ട് കുടിച്ചോണം, ബലം പിടിച്ചേക്കരുത് കേട്ടോ. അറിയാം, കുടിക്കുകയല്ലെന്നേ ഉള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ അതിന് മുമ്പ് മൂത്രത്തെ പഴുപ്പ് അങ്ങനെ വന്നിട്ടുമില്ല, ആദ്യമായിട്ടുണ്ടാകുന്നൊരു സംഭവമാണ് അല്ലേ. അതുകൊണ്ട് ഇനി വെള്ളം കുടിച്ചോണം, വെള്ളം തരുന്നതൊക്കെ വെള്ളം കുടിച്ചോണം. ഇപ്പം നമ്മൾ മൂത്രം എടുത്ത് പരിശോധിച്ചു. ഇന്നലെ ബെഡിലായിരുന്നു പോയത്. അപ്പം ഇന്ന് മൂത്രം എടുത്ത് കൊടുത്ത് പരിശോധിച്ചപ്പോഴത്തേനാണ് മൂത്രത്തിൽ പഴുപ്പ് കണ്ടത്. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട് 5 ദിവസം വൈകിട്ട് കൊടുക്കാനായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞ് ഒന്നും കൂടെ മൂത്രം എടുത്ത് നോക്കണം, അല്ലെങ്കിൽ കൾച്ചർ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചോ? നന്നായിട്ട് വെള്ളം കുടിക്കണം.
വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം നീ വെള്ളമായിട്ടെല്ലാം കുടിച്ചാൽ മതി. അതിൻ്റെ കുഴപ്പമാണ്, വെള്ളം കുടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ആ വെള്ളം കുടിക്കാറുണ്ടല്ലോ. ആ അത് പോരാ, അത്രയും വെള്ളം കുടിച്ചാൽ പോരാ. അത് മൂത്രത്തിൽ പഴുപ്പ്. ഇപ്പോൾ ഈ ഞെരിപഴി കൊള്ളുന്നത് അതുകൊണ്ടാണ്. എപ്പോഴും വെള്ളം എടുത്താലും പോലും പിന്നെ വെള്ളം എടുത്ത് തരുമല്ലോ, ഇപ്പോഴും ഇവിടെ തരുന്നതല്ലേ. അമ്മ നേരത്തെ കപ്പി വെച്ച് കുടിച്ചോണ്ടിരുന്ന കൊണ്ടുവച്ച്. കുറേ പേര് വഴക്കുണ്ടാക്കും. ആരും വഴക്കുണ്ടാക്കിയില്ല. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, പറഞ്ഞാൽ മതി കൊണ്ടുതരും. കുടിക്കുകയില്ല, അതല്ലേ കുഴപ്പം. ആ അല്ല കൊണ്ട് ട്രിപ്പിട്ട് കിടത്തേണ്ടി വരും, ആശുപത്രി കൊണ്ട് കിടത്തേണ്ടി വരും കേട്ടാ. ആ കഞ്ഞി കുടിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേരുക്കുട്ടിയമ്മയുടെ അപ്ഡേഷൻസ് ആണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇപ്പം വൈകുന്നേരം ആൻറ്റിബയോട്ടിക് ഉണ്ട്, അത് കൊടുക്കാനുണ്ട്. വൈകിട്ടത്തേനാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലൈറ്റാ? ലൈറ്റ് ആ ലൈറ്റ് കിടത്തണോ? കിടത്തണോ? എല്ലാവരും വരുമ്പോട്ടാ മതിയോ? ആ നമുക്ക് കാണണ്ടേ അവിടെ ഒക്കെ? അത് ഈ ലൈറ്റ് കിടന്നോട്ടെ കേട്ടോ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.